കർത്താവായ ഈശോയെ, എല്ലാ മക്കളിലേയും മേലും അങ്ങ് ആത്മാവിനെ വർഷിക്കണമേ. നാഥാ, നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമേ. ഒന്നല്ലെങ്കിൽ ഒന്ന് കടബാധ്യതയാണെങ്കിൽ രോഗങ്ങളില്ലെങ്കിൽ കടബാധ്യത, ഭവനമില്ലാതെയും ജോലി വിഷമത്തിലും യുവജനങ്ങളും ടീനേജ് മക്കളെയും പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ. തെറ്റായ ജീവിതം ജീവിച്ച് അവർ പാപത്തിലും പാപസാഹചര്യം ജീവിക്കുന്ന ടീനേജുകാരെ അനുഗ്രഹിക്കണേ നാഥ. വിവേകം നൽകി അനുഗ്രഹിക്കണേ. പരിശുദ്ധാത്മാവ് നിറയ്ക്കണേ. എല്ലാ നിയോഗങ്ങളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈശോയെ, വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. നമുക്ക് വചനമെടുക്കാം. ജോയൽ പ്രവാചകന്റെ സുവിശേഷം 2-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങളാണ് കിട്ടിയത്. അന്ന് ഇങ്ങനെ സംഭവിക്കും: എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ ഭൃത്യന്മാർ സ്വപ്നം കാണും. യുവാക്കൾക്ക് ദർശനമുണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹത്വം. ഭയാനകമായ ദിനം ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിക്കുകയോ ചന്ദ്രൻ രക്തമായി മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവ് അരുളിച്ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും. കർത്താവ് വിളിച്ചവർ ജീവിക്കും. കാരുണ്യവാനായ നാഥ, അങ്ങ് ഞങ്ങളോട് വ്യക്തമായി ഞങ്ങൾക്ക് അങ്ങ് ഉത്തരം നൽകിയതിന് ഈശോയെ, അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ അപേക്ഷകളും യാചനകളും അങ്ങ് സ്വീകരിച്ചുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഈശോയെ, ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് അങ്ങ് വ്യക്തമായ മറുപടി നൽകിയത്. ഈശോയെ, ആത്മാവ് വർഷിച്ചു കഴിയുമ്പോൾ, ആത്മാവിനാൽ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ രക്ഷ പ്രാപിക്കും. എല്ലാ ദുഃഖങ്ങളിലും വേദനകളിലും നിയോഗങ്ങളിലും ഞങ്ങൾ രക്ഷപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കും. എല്ലാ വേദനകൾക്കും പരിഹാരം നൽകുവാൻ, എല്ലാ കടബാധ്യതകൾക്കും പരിഹാരം ലഭിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യേശുവേ സ്തോത്രം. ദൈവമേ നന്ദി. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു.